السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ വളരെ പുണ്യമായ ദിനരാത്രികളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചൊരു മുഅ്മിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വപ്നമായ ലൈലത്തുൽ ഖദർ അത് കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാ നിലക്കും പരിശ്രമിക്കേണ്ട സമയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ പുണ്യരാത്രി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനമുള്ള മുഅ്മിനീങ്ങളെ, ഇടിമകളെ, നമ്മുടെ മുന്നിൽ രണ്ട് ഭവനങ്ങളാണുള്ളത്, രണ്ട് വീടുകളാണുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെയും നബി തങ്ങളുടെ പരിശുദ്ധ വചനത്തിലൂടെയും നാം പരിശോധിക്കുമ്പോൾ രണ്ട് ഭവനങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഒന്ന് നമ്മൾ താമസിക്കുന്ന ഈ ദുനിയാവിനെ കുറിച്ചാണ്. ദാറുൽ മുഹ്ല, ദാറുൽ ഇബ്തിലാ, ദാറുൽ മുമിർ, ദാറുൽ ഗുറൂർ. വിശുദ്ധ ഖുർആനിലൂടെയും നബി തങ്ങളുടെ വചനത്തിലൂടെയെല്ലാം ഈ ഭവനത്തെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇത് വഞ്ചനയുടെ ഭവനമാണ്, ഇത് താൽക്കാലികമായ ഭവനമാണ്, ഇത് പരീക്ഷണത്തിൻ്റെ ഭവനമാണ്, ഇത് നശിക്കാനുള്ള ഭവനമാണ്. മറ്റൊന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു: ദാറുൽ ഖറാർ, ദാറുൽ ബഖാ, ദാറുൽ ഖുലൂദ്, ദാറുൽ ജസാ, ദാറുൽ ബവാ. ഖുർആനിൻ്റെ പല സ്ഥലത്തുമുള്ള പ്രയോഗങ്ങളാണ്. ശാശ്വതമായ ഭവനം, പ്രതിഫലത്തിൻ്റെ ഭവനം, എന്നും താമസിക്കേണ്ട ഭവനം. ഇങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തും. അവിടെ രണ്ട് ഭവനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നാം താമസിക്കുന്ന ഈ ദുന്യാവാകുന്ന ഭവനത്തിൻ്റെ പ്രത്യേകത, നാമും ഈ ദുന്യാവും എല്ലാം ഒരു ദിവസം അവസാനിക്കാനുള്ളതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം വമാ ഫൗഖ തുറാബി കുല്ലു തുറാബു. ഈ മണ്ണും ഇതിലുള്ള മുഴുവൻ വസ്തുക്കളും ഒരു ദിവസം ഇല്ലാതായി തീരാനുള്ളത്.
അദ്ദുനിയാ ദാറു മൻ ലാ ദാറ ലഹു വമാലു മൻ ലാ മാല ലഹു. അതുകൊണ്ട് ദുനിയാവാകുന്ന ഭവനം ശാശ്വതമായ ഭവനമില്ലാത്തവർക്കുള്ള ഭവനം മാത്രമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദുനിയാവ് ഒരു ദിവസം അവസാനിക്കും. ഇവിടെ എന്നേക്കുമായുള്ള ഭവനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. ആഖിറമാകുന്ന ഭവനം, അതിൻ്റെ പ്രത്യേകത അവിടെ രണ്ട് അവസ്ഥകളേ ഉള്ളൂ. ആ രണ്ട് അവസ്ഥകൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എൻ്റെ നഫ്സിനെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിൽ സത്യം, ഞാൻ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി മാ ബഅദൽ മൗതി മിൻ മുസ്തഅതബിൻ ദാറുൻ ഇല്ലൽ ജന്നത വന്നാർ. നിങ്ങൾ ഓരോരുത്തരുടെയും മരണം കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങിച്ചെല്ലുന്ന രണ്ടാമൊരു ഭവനത്തിലേക്ക് മാത്രമായിരിക്കും. മൂന്നാമതൊരവസ്ഥയില്ല. ഒന്നുകിൽ സ്വർഗത്തിലാണ്, അനുഗ്രഹത്തിൻ്റെ ഭവനമാണ്, ഇല്ലെങ്കിൽ നരകമാണ്, പരീക്ഷണങ്ങളുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെ ഭവനമാണ്. അല്ലാഹു തആല പരിശുദ്ധമായ റമദാനിൽ നമുക്ക് നൽകിയിരിക്കുന്ന അവൻ്റെ ഔദാര്യമാണ്. വേദനയുടെയും വിഷമത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഒരിക്കലും അവസാനിക്കാത്ത നരകത്തിൻ്റെ മോചനത്തിന് വേണ്ടി മിനന്നാറിൻ്റെ നരകമോചനത്തിൻ്റെ 10 ദിവസങ്ങൾ നൽകി. അള്ളാഹുവിൻ്റെ അടിമകളെ ധാരാളമായി നരകത്തിൽ മോചിപ്പിക്കുന്ന സമയമാണ്. ഒരു മുഅ്മിനിൻ്റെ ഹൃദയത്തിലെ എപ്പോഴുമുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു വ്യതയാണ്, ഒരു വേദനയാണ്, നരകത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും. ഞങ്ങളുടെ നിത്യമായ ദുആകളായിരുന്നു. ധാരാളമായി തങ്ങളുടെ ദുആകളിൽ നരകമോചനം ദുആ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് മഗ്രിബിൻ്റെ ദുആന് ശേഷം, മഗ്രിബിൻ്റെ നമസ്കാര ശേഷം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, ഞങ്ങൾ പഠിപ്പിച്ചു, ഒരടിമ 7 പ്രാവശ്യം പറഞ്ഞാൽ അവൻ നരകത്ത് മോചിപ്പിക്കപ്പെടും. എപ്പോഴും ഒരു മുഅ്മിന്റെ ചിന്തയാണ്, എൻ്റെ ശരീരത്തെ അങ്ങനെ നരകത്തിന് രക്ഷപ്പെടുത്തും. കാരണം ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത ശിക്ഷകളും പരീക്ഷണങ്ങളും നിറയ്ക്കപ്പെട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരങ്ങളും നരകത്തെ നിങ്ങൾ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. കാരണം വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത്, അവിടുത്തെ ഇന്ധനം മനുഷ്യനും പാറകളുമാണ്. ഒരു സഹാബി ചോദിച്ചു, നബിയെ, എങ്ങനെയുള്ള പാറകളാണ് നരകത്തിൽ കത്തിക്കുന്നത്? ഞങ്ങൾ ഈ അറേബ്യൻ രാജ്യത്ത് ഉഹദും ഇതുപോലെയുള്ള പർവ്വതങ്ങൾ കണ്ടിട്ടുണ്ട്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ളമു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ, അഅ്ളമു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ, ദുനിയാവിലെ മുഴുവൻ പാറകളും പർവ്വതങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ എത്രയുണ്ടോ അതിനേക്കാൾ ഇരട്ടിയുള്ളതായിരിക്കും നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനമായ പാറകളെന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, അത് കേട്ട് താങ്ങാൻ പറ്റാത്ത സഹാബി ബോധരഹിതനായി വീണുപോയി. ഒരു മനുഷ്യനെ കൊണ്ടും താങ്ങാൻ പറ്റാത്ത പരീക്ഷണത്തിൻ്റെ സ്ഥലമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുമായിരുന്നു, നരകവാസിയിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈ പള്ളിയിലെത്തുകയും ഈ പള്ളിയിൽ 1,00,000 പേർ ഒരുമിച്ച് കൂടുകയും ആ നരകവാസിയ മനുഷ്യന്റെ മൂക്കിൽ നിന്ന് പുറപ്പെടുന്ന ശ്വാസം, ആ ശ്വസനത്തിന്റെ ചൂട്, അത് താങ്ങാൻ പറ്റാതെ ഇത്രയും മനുഷ്യൻ മരണപ്പെട്ടു. ഒരു റിവായത്തിൽ തങ്ങൾ പറഞ്ഞു, ഒരു സൂചിയുടെ ദ്വാരം നരകത്തിൽ നിന്ന് ദുനിയാവിലേക്ക് തുറന്നാൽ, സൂചിയുടെ ദ്വാരം, നിങ്ങൾ കഴിക്കാൻ ഭക്ഷണമുണ്ടാവുകയില്ല, ദുനിയാവിൽ ജീവിതം പ്രയാസമാകും. ഇങ്ങനത്തെ ഒരു അടിമ എങ്ങനെ താങ്ങാനാണ്? സാധാരണ മനുഷ്യൻ ചൂടും ഇതെല്ലാം ശക്തമാകുമ്പോൾ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന അതിൽ നിന്നുള്ളൊരു മോചനത്തിനായി ഒന്നുകിൽ അവൻ വസ്ത്രം ഉപയോഗിക്കും, അവന് ചൂടിന് സംരക്ഷണമാണ്. എന്നാൽ നരകം അവരുടെ വസ്ത്രം തന്നെ തീരാനുള്ളതാണ്. മനുഷ്യൻ വെള്ളം കുടിക്കും ചൂട് സഹിക്കാൻ പറ്റാതെ. കുടിക്കാൻ നൽകുന്ന വെള്ളമാകട്ടെ ചൂടുവെള്ളമാണ്. മനുഷ്യൻ ചൂട് സഹിക്കാൻ പറ്റാതെ തണലുകളിൽ പോയി അഭയം പ്രാപിക്കും. അവർക്ക്
തീയാലുള്ള തണലുകൾ ഇടപെടും. അല്ലാഹു തആല പറഞ്ഞു നരകത്തിന്റെ തീയുടെ തണലുകൾ. ഈ മുഴുകിയ അവസ്ഥകളെല്ലാം ഈ വേദനയും പ്രയാസങ്ങളോട് നിറയ്ക്കപ്പെട്ട നരകം. ഇതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അള്ളാഹു നൽകപ്പെട്ട 10 ദിനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് ഇറങ്ങിയിട്ടില്ല. അതാണ് നരകം, അതിന്റെ പരീക്ഷണങ്ങൾ. ഉത്ലുബുൽ ജന്നത ജുഹ്ദകും വഹ്രിബൂ മിനൻ നാരി ജുഹ്ദകും ഫഇന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ വഇന്നൻ നാര ലാ യനാമു ഹാരിബുഹാ. നിങ്ങളുടെ മുഴുവൻ അധ്വാനവും കഴിവും കൊണ്ട് നിങ്ങൾ നരകത്തെ രക്ഷപ്പെടാൻ പരിശ്രമിക്കുക. ഏതെല്ലാം നിങ്ങൾക്ക് അധ്വാനിക്കാൻ സാധിക്കും, നിങ്ങൾ അധ്വാനിച്ച് നരകത്തെ രക്ഷപ്പെടുക. കാരണം നരകത്തെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടിമക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല, ഉറക്കം നഷ്ടപ്പെടുത്തും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ പഴയ കാലത്തിൽ ആയുധവും കത്തിയും മറ്റുമെല്ലാം അതെല്ലാം മൂർച്ച കൂട്ടാൻ വേണ്ടി തീ കത്തിച്ച് അതിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അതിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കണ്ടപ്പോൾ അല്പസമയം അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് അദ്ദേഹം കരയുകയുണ്ടായി. ദുനിയാവിലെ തീ കണ്ടപ്പോൾ തന്നെ നരകത്തിന്റെ തീ ഓർത്ത് അദ്ദേഹം കരഞ്ഞു. അതാഉസ്സലമി റഹിമഹുല്ലാഹ് വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ സ്നേഹിതൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദുഃഖിതനായി നിശബ്ദനായിരിക്കുകയാണ്. വീട്ടുകാരനെ ചോദിച്ചു, എന്ത് പറ്റി അതായിന് എന്ത് സംഭവിച്ചു? ഇത്രമാത്രം ദുഃഖിതനായി നിശബ്ദനായി പറഞ്ഞു, വീട്ടിലെ ജോലിക്കാരി വീട്ടിലെ കരിയിലകളെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിച്ചപ്പോൾ അവിടെ കത്തുന്ന തീ കണ്ടപ്പോൾ നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് അദ്ദേഹം നിശബ്ദനായി പോയതാണ്. അവർക്ക് മനസ്സിലായി, ഒരു ഹൃദയത്തിലേക്ക് ഇറങ്ങി. ദുനിയാവിന്റെ തീ കണ്ടപ്പോൾ യഥാർത്ഥമായ ആഖിറത്തിന്റെ നരകത്തിനെ കുറിച്ച് ചിന്തിച്ചു. അവരുറക്കം നഷ്ടപ്പെട്ടു. റബീ ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം രാത്രിയെല്ലാം ഉറങ്ങാതെ ഇങ്ങനെ അമലുകളായി കഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ മകൾ ചോദിച്ചു, യാ ബത്തി, എന്റെ വാപ്പ ഉപ്പ എന്താ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നില്ലേ? വാപ്പ പറഞ്ഞു, മോളെ, നരകത്തെ കുറിച്ച് ഉപ്പ ഓർത്തിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എങ്ങനെ ഉറങ്ങാനാ? ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല രാത്രി കിടക്കാൻ വിരിപ്പിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നൻ നാർ അദ്ഹബത മിന്നി അൻ-നൗം, അല്ലാഹുമ്മ ഇന്നൻ നാർ അദ്ഹബത മിന്നി അൻ-നൗം. ഉറങ്ങാൻ വിരിപ്പിൽ വന്നതാ, പക്ഷെ വിരിപ്പിലെത്തിയപ്പോൾ നരകത്തിന്റെ അവസ്ഥകൾ ഓർമ്മ വന്നു. അല്ലാഹുവേ, നിന്റെ നരകം, അതിനെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു, എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അദ്ദേഹം രാത്രിയെല്ലാം നമസ്കരിക്കുമായിരുന്നു. സഹാബാക്കൾ, മുൻഗാമികൾ, അവരുടെ പുരുഷന്മാർ, അവരുടെ സ്ത്രീകൾ ഹജ്ജിന് വേണ്ടി യാത്രാ സംഘം പുറപ്പെട്ടു. ആ ഖാഫിലയിൽ, ആ സംഘത്തിൽ ഒരാൾ നമസ്കരിച്ച ഇമാമത്തിൽ നിന്നപ്പോൾ ഖുർആനിന്റെ പരിശുദ്ധമായ വചനം, ലഹാ സബ്അത്ത് അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഅലൂം തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം നരകത്തിന്റെ 7 വാതിലുകൾ, അതിന്റെ അവസ്ഥകൾ വിവരിക്കുന്ന ആയത്തോതി. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഖാഫിൽപ്പെട്ട സ്ത്രീ ചോദിച്ചു, നീ ഓതി ആയത്തൊന്നും കൂടി ആവർത്തിക്കും. ആവർത്തിച്ചു. ആ സ്ത്രീ ബോധരഹിതയെ വീണു പോവുകയുണ്ട്. മുൻഗാമികളായ പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്ക് മനസ്സിലായി, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി, അവർ ഉറക്കം നഷ്ടപ്പെടുത്തി. അവർ ഹൃദയത്തിൽ ഉറക്കം നഷ്ടപ്പെടുത്തി. കാരണം അവർക്ക് മനസ്സിലായത് എന്താണെന്ന് യാഥാർത്ഥ്യം മനസ്സിലായി. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങൾ അടിമകൾക്ക് ഈ നരകത്തിന്റെ മോചനത്തെ അല്ലാഹുവിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കമ്പോളങ്ങളിൽ, ഷോപ്പിംഗ് മോളുകളിൽ ചുറ്റിത്തിരിയേണ്ട സമയമല്ല. റമദാനിന്റെ അവസാനത്തെ രാത്രികൾ, അവസാനത്തെ പകലുകൾ അല്പസമയം ഒഴിവാക്കി അള്ളാഹുവിന്റെ പള്ളികൾ വന്നിരുന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്ന, മുന്നോട്ട് പോകുന്ന എൻ്റെ ആഖിറം, അതിനെക്കുറിച്ച് സ്വന്തമായി ഒന്ന് ചിന്തിക്കണം, ഒന്ന് സങ്കല്പിക്കണം. ഹൃദയം കൊണ്ടൊന്ന് യാത്ര ചെയ്യണം. നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് യാത്ര ചെയ്യണം. കടന്നു പോകാനുള്ള, വരാൻ പോകുന്ന ആഖിറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഹൃദയം കൊണ്ട് യാത്ര ചെയ്യും. അബൂ ദർ അൽ-ഗഫാരി റളിയല്ലാഹു തആല അൻഹു മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആ ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, ഏ മുസ്ലിമീങ്ങളെ, വരീൻ, നിങ്ങൾ എല്ലാവരും വരീൻ, ഞാൻ സഹാബിയാണ്. അന ജുന്ദുബുൽ ഗഫാരി, ഞാൻ സഹാബിയായ അബൂ ദർ അൽ-ഗഫാരിയാണ്. നിങ്ങളോട് കാര്യം പറയട്ടെ, വരും. നിങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി അദ്ദേഹം ചോദിച്ചു, നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാവുകയില്ലേ?
നിങ്ങൾ യാത്ര പോവുകയാണ്, ആ യാത്ര ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ നിങ്ങൾ തയ്യാറാവുകയില്ല. യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവുകയില്ലേ? നിങ്ങൾ പറഞ്ഞു, അതെ ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകും. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണ്. ഒരിക്കലും മടങ്ങി വരാത്ത വിശാലമായ കലാകാലമായ ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണ് നിങ്ങൾ. സ്വന്തമായി ഒന്ന് ആലോചിക്കും, നിങ്ങളുടെ യാത്രക്ക് നിങ്ങൾ എന്ത് തയ്യാറെടുപ്പുകൾ നടത്തി, നിങ്ങളുടെ കൈകൾ എന്ത് അമലുകളുണ്ട്, ആഖിറത്തിൽ കൊണ്ടുപോകാൻ എന്ത് സമ്പാദ്യം നിങ്ങളുടെ കൈകളിലുണ്ടെന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ നാം ഇപ്പം നമ്മുടെ തിരക്കിൽ നിന്ന് ഒഴിവാകേണ്ട സമയമാണ്. നാം 11 മാസം ഓടി നമ്മുടെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇനിയുള്ള അവസാനത്തെ ദിവസങ്ങൾ അല്പസമയം ഒഴിവാക്കി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം, ഒറ്റയ്ക്കിരുന്ന് ഒന്ന് സങ്കല്പിക്കണം കടന്നു പോകേണ്ട ആഖിറത്തിലേക്കുള്ള അവസ്ഥകളെക്കുറിച്ച്. ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. നിങ്ങൾക്ക് ഹിസാബ് വരാനുണ്ട്, മഹ്ശറിൽ വിചാരണ വരാനുണ്ട്, അല്ലാഹുവിന് മുന്നിൽ നിൽക്കേണ്ടവരാണ്. അതിനു മുമ്പ് നിങ്ങൾ സ്വന്തമായി തന്നെ ഒന്ന് ദുനിയാവിലായിരിക്കുമ്പോൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഒന്ന് സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യും. അള്ളാഹുവിന്റെ വിചാരണ തീർച്ചയായും ഉണ്ടാകും. അതിനുമുമ്പ് സ്വന്തം ഒന്ന് വിചാരണ ചെയ്ത് നോക്കി. നിങ്ങളുടെ നന്മയും തിന്മയും തൂക്കാൻ പോകുകയാൽ അതിനു മുമ്പ് നിങ്ങളൊന്ന് സ്വന്തമായി ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കി. മൂതു ഖബ്ല അൻ തമൂതു, നിങ്ങൾ മരിക്കും തീർച്ചയാണ്. പക്ഷെ മരണത്തിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി ഒന്ന് മരിച്ച് നിങ്ങൾ സങ്കല്പിച്ചു നോക്കി നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. പരിശുദ്ധമായ റമദാനിന്റെ അവസാന രാത്രികൾ നമ്മളൊന്ന് അല്പസമയം ഒറ്റയ്ക്കിരിക്കണം, ഒന്ന് സ്വന്തത്തോട് സംസാരിക്കണം. നമ്മൾ പലരോടും സംസാരിച്ചവരാണ്, ഭാര്യയോടും മക്കളോടും കസ്റ്റമറോടും പലരോടും സംസാരിച്ചവരാണ്. ഒന്ന് അല്പസമയം ഒഴിവാക്കി അള്ളാഹുവിന്റെ പള്ളികളിൽ ഒറ്റയ്ക്കിരുന്ന് രാത്രിയുടെ ഇരുളിന്റെ മറവിലിരുന്ന് ഒന്ന് സ്വന്തത്തോട് നമ്മൾ സംസാരിക്കണം. വരാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ച്, വരാൻ പോകുന്ന യാത്രയെക്കുറിച്ച്, കടന്നു ചെല്ലേണ്ട ആഖിറത്തെക്കുറിച്ച്, കണ്ടുമുട്ടേണ്ട മരണത്തെക്കുറിച്ച്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമായിരുന്നു, ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മാത ഫുലാനുൻ വമാത ഫുലാനുൻ, ഇന്ന മനുഷ്യൻ മരിച്ചു, ഇന്ന മനുഷ്യൻ മരിച്ചു. എന്നാൽ ഒരു ദിവസം വരും, അന്ന് ജനങ്ങൾ പറയും, മാത ഉമർ, ഉമർ മരണപ്പെട്ടു. അന്ന് എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മെ ഒന്ന് സങ്കല്പിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തത്തെ സങ്കല്പിച്ചതുപോലെ നാം നമ്മെ ഒന്ന് സങ്കല്പിക്കണം. നമ്മളെക്കുറിച്ചും പറയുകയില്ല ഒരു ദിവസം, ഇന്നയാൾ മരണപ്പെട്ടു. കഴിഞ്ഞ റമദാൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ നമസ്കരിച്ചവരായിരുന്നു. ഇന്ന് അള്ളാഹുവിന്റെ പദം യാത്രയായി. നമ്മളൊന്ന് സങ്കല്പിക്കണം. ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം ഖിലാഫത്ത് അധികാരമേറ്റ ആദ്യ ദിവസം ആവശ്യക്കാർക്കും ആക്രമിക്കപ്പെട്ടവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഉച്ച സമയമായപ്പോൾ രാവിലെ മുതൽ പ്രജകളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പുറകിൽ നടന്ന് ക്ഷീണിതനായി ഉച്ചക്കൽപ്പം ഉറങ്ങാൻ വേണ്ടി വിശ്രമിക്കാൻ വിരിപ്പിലേക്ക് വരുമ്പോൾ തൻ്റെ മക്കളിൽ വളരെ മുത്തഖിയായ മകൻ ഉപ്പയെ കണ്ടപ്പോൾ ചോദിച്ചു, ഉപ്പ എന്ത് ചെയ്യാൻ പോവുകയാണ്? മോനെ, രാവിലെ മുതൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഓട്ടത്തിലായിരുന്നു, ക്ഷീണിതനായി അല്പമൊന്ന് വിശ്രമിക്കട്ടെ. മകൻ ചോദിച്ചു, അല്ല ഉപ്പ, നിങ്ങൾ വിശ്രമിച്ചുകൊള്ളിൻ, പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ വാതിൽക്കൽ ആവശ്യക്കാർ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കിടക്കുന്ന കിടത്തത്തിൽ ഈ ഉറക്കത്തിലെങ്ങാനും മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ മുന്നിൽ എന്ത് മറുപടി പറയും? നിങ്ങളുടെ വാതിൽക്കൽ ആവശ്യക്കാർ വന്ന് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ അത് പരിഗണിക്കാതെ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതെ ഈ കിടക്കുന്ന കിടത്തത്തിൽ ഈ ഉറക്കത്തിലെങ്ങാനും മരിച്ചു പോയാൽ ഉപ്പ എന്ത് മറുപടി അള്ളാഹുവിന്റെ മുന്നിൽ പറയും? മകന്റെ ചോദ്യത്തിന് മുന്നിൽ ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം വീണ്ടും മടങ്ങിപ്പോയി, ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തു. നമ്മളെ ഒന്ന് സങ്കല്പിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര അവസരങ്ങളുണ്ട്, എത്ര വർഷങ്ങൾ നമുക്കറിയില്ല. മൂതു ഖബ്ല അൻ തമൂതു, മരണത്തിന് നമ്മൾ സ്വന്തമായി ഒന്ന് മരിച്ചു നോക്കി. റബീ ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു സ്ത്രീ, മോശമായ ഒരു സ്ത്രീ അദ്ദേഹത്തെ തിന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുന്നിൽ വന്നു. അദ്ദേഹം വലിയ മഹാനാണ്, വലിയ സൂഫിയ വ്യക്തിയാണ്. അബ്ദുല്ലാ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, തിന്മയ്ക്ക് ക്ഷണിക്കാൻ വന്ന ആ സ്ത്രീയുടെ മുന്നിൽ അദ്ദേഹം ചോദിച്ചു, നീ പറയും, ഈ സമയത്തെങ്ങാനും മലക്കുൽ മൗത്തിനെ പിടിക്കാൻ വന്നാൽ
നിന്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ചോദ്യം ആ സ്ത്രീയുടെ ഹൃദയത്തിൽ കൊണ്ടു. പിന്നെ വലിയ വിലായത്തിന്റെ ദറജയിലെത്തിയ മഹദിയായി മാറുകയും ചെയ്തു. നാം നമ്മോട് ചോദിക്കുകയും, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിത രീതിയിലെങ്ങാനും മലക്കൽ മൗത്ത് നമ്മുടെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ എന്ത് കൊണ്ടുപോകാനുണ്ട്? നാം സ്വന്തത്തോട് ചോദിക്കും. എൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും എല്ലാം ജീവിതത്തെ മുന്നിൽ വെച്ച് നാം ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കി, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിത രീതിയിലെങ്ങാൻ, ജീവിത ശൈലിയിൽ, ഈ ജീവിത അവസ്ഥയിൽ മലക്കൽ മൗത്ത് മുന്നിൽ വന്നാൽ എൻ്റെ കയ്യിൽ എന്ത് കൊണ്ടുപോകാനുണ്ട്? 20 വയസ്സെത്തി അവർ ചിന്തിക്കുന്നില്ലേ? 20 വയസ്സെത്തി എത്ര ആളുകൾ കൂട്ടത്തിൽപ്പെട്ടത് മടങ്ങിപ്പോയി. 30 വയസ്സ് പ്രായമായവർ ചിന്തിക്കുന്നില്ലേ? 30 വയസ്സ് പ്രായമുള്ളവർ എത്ര ആളുകൾ മടങ്ങിപ്പോയി അല്ലാഹുവിലേക്ക്. 40-ലും 50-ലും 60-ലും എത്തിയവർ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, നാട്ടിലുള്ള 40-ഉം 60-ഉം എത്തിയവർ എത്രയോ കൂട്ടുകാർ മടങ്ങിപ്പോയി കഴിഞ്ഞു. നമ്മളും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. സ്വന്തത്തിന് മുന്നിൽ ചിന്തിക്കും. നാം അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്, ഖബറിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. ഒന്ന് സ്വന്തമായി സങ്കല്പിക്കും തന്റെ ഖബറിലേക്കുള്ള പ്രവേശനവും അവസ്ഥകളും. ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹയോട്, അദ്ദേഹം ആ സഹാബി വനിതയോട്, സഹാബി മറ്റുള്ള ദീനിയ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ ചോദിച്ചു, ഉമ്മു ദർദാ, നിങ്ങൾ പറയും, ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് ജനങ്ങളോട് എന്താണ് സംസാരിക്കുന്നത്? ആ മയ്യത്ത് കട്ടിൽ കിടന്നുകൊണ്ട് ആ മയ്യത്ത് എന്താണ് ജനങ്ങളോട് പറയുന്നത്? മഹദി പറഞ്ഞു, ആ മയ്യത്ത്, ഓരോ മയ്യത്ത് വിളിച്ച് പറയുന്നുണ്ട്, ലാ തഗുറന്നകും ദുനിയാ കമാ ഗററത്നി, എന്നെ ദുനിയാവ് വഞ്ചിച്ചതുപോലെ നിങ്ങളെ ദുനിയാവ് വഞ്ചിക്കാതിരിക്കട്ടെ. നമ്മുടെ അവസ്ഥ അതായി പോകുമോ? നമ്മളും പറയേണ്ടവരായി പോകുമോ? ദുനിയാവിന്റെ വഞ്ചനയിൽ കുടുങ്ങി ഖബറിലേക്ക് പ്രവേശിക്കുമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ. യഥാർത്ഥത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ലൈസൽ ഗരീബു ഗരീബു ശാമി വൽ യമനി, ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി. പാവപ്പെട്ടവൻ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള വീടും പട്ടിണിയും കിടക്കുന്നവരല്ല. സത്യത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഫൻ പൊതിയുമ്പോൾ, ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരമലുമില്ലാതെ കാലിക്കയോടെ പ്രവേശിക്കുന്നവരാണ്. നമ്മളെ ഒന്ന് മുന്നിൽ ചിന്തിക്കും, എൻ്റെ അവസ്ഥ അതായിരിക്കുമോ? നാം ആഖിറത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കി, ഒന്ന് ഹൃദയം കൊണ്ട് യാത്ര ചെയ്ത് നോക്കി ആഖിറത്തിലേക്ക്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. വസിനു അൻഫുസകും ഖബല അൻ തുസനു. അല്ലാഹുവിന്റെ മുന്നിൽ നന്മകളെ തൂക്കപ്പെടും, തിന്മകളെ തൂക്കപ്പെടും. ഇന്നകും മഅറൂദൂന അലാ അമാലികും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നിങ്ങളുടെ അമലുകളെ അല്ലാഹുവിന്റെ മുന്നിൽ വെളിവാക്കപ്പെടും, നിങ്ങളെയും നിങ്ങളുടെ അമലുകളെയും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരു ചെറിയ നന്മയാണ് അതും കൊണ്ടുവരും. അതേപോലെ ഒരു ചെറിയ തിന്മയാണ്, നിസ്സാരമല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും കാണുന്നതല്ലേ, നാട്ടു നടപ്പല്ലേ എന്ന് വിചാരിച്ചാൽ ചെയ്ത ചെറിയ 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 തിന്മകൾ ഒന്നുപോലും വിട്ടുപോകാതെ കൊണ്ടുവരും, ഒന്നുപോലും വിട്ടുപോകാതെ കൊണ്ടുവരും. ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا. നിങ്ങളുടെ മുഴുവൻ തിന്മയും നന്മയും കൊണ്ടുവരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു, മനുഷ്യൻ പുഞ്ചിരിക്കുന്ന പുഞ്ചിരിയും അതിന് ശബ്ദമില്ല, അക്ഷരങ്ങളില്ല, അതും അവന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടാകും, അതും അവിടെ വെളിവാക്കപ്പെടും. മുഴുവൻ നന്മയും തിന്മയും വെളിവാക്കപ്പെടും. മുആവിയത്ത് ബിൻ ഖറ എന്ന വലിയ മഹാൻ, അദ്ദേഹം ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിന് ഭക്ഷണം ഹദിയ കൊടുത്തു. അദ്ദേഹം ആ ഭക്ഷണം കടിച്ചു, അല്പം ഭക്ഷണം ബാക്കിയായി. അദ്ദേഹം ആ ഭക്ഷണം അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്രമെല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോൾ ഭക്ഷണത്തിൽ ഉറുമ്പ് വന്നിങ്ങനെ മൂടിയിരിക്കുകയാണ്. അദ്ദേഹം ആ ഭക്ഷണവും ഉറുമ്പുമുള്ള അവസ്ഥയിലെടുത്ത് അത് തൂക്കി. എന്നിട്ട് അദ്ദേഹം ആ ഉറുമ്പിനെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തൂക്കി നോക്കിയപ്പോൾ ആദ്യം എത്ര തൂക്കമുണ്ടായിരുന്നു അത്രയും തൂക്കം തന്നെ ഇപ്പോഴും, കാരണം ഉറുമ്പ് പ്രത്യേകിച്ച് ഭാരമൊന്നുമില്ല. അദ്ദേഹം സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഒരു ഉറുമ്പിന്റെ അളവെങ്കിലും തിന്മ ചെയ്തെങ്കിൽ അതും കൊണ്ടുവരും. ഇത്ര ലഘുവായ തൂക്കവും നാളെ അള്ളാഹു കൊണ്ടുവരുമെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകാൻ യാത്രക്കാരാണ്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം. ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, മസ്സൽതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ ഇങ്ങനെ സങ്കല്പിച്ച് ഊഹിച്ചു ഞാൻ സ്വർഗത്തിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. പിന്നീട് ഞാൻ വീണ്ടും എൻ്റെ നഫ്സിനെ ഞാൻ ഊഹിച്ചു എൻ്റെ നഫ്സ് നരകത്തിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. എന്നിട്ട് ഞാൻ സ്വന്തം നഫ്സിനോട് ചോദിച്ചു, നീ ഏത് ഭവനമാണ് ആഗ്രഹിക്കുന്നത്?
നഫ്സ് പറഞ്ഞു, ഞാൻ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്. നരകത്തിലാണെങ്കിൽ ആ സമയത്ത് നഫ്സ് പറയും, ഒന്ന് ദുനിയാവിലേക്ക് അള്ളാഹുവെ മടക്കി. എന്ന് അദ്ദേഹം പറഞ്ഞു, നഫ്സേ, നീ ആഗ്രഹിക്കുന്ന മടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയം മുന്നിലിട്ട് അമൽ ചെയ്തു. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിന്റെ ഈ അവസാനത്തെ രാത്രികൾ ഇത് ഷോപ്പിംഗിലായി കറങ്ങി കമ്പോളത്തിൽ ചുറ്റിത്തിരിയേണ്ട സമയമല്ല. നാം അല്പം സമയം ഒഴിവാക്കിയെടുത്ത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വന്ന് ഒറ്റക്കൊന്നിരുന്ന് ഇരുളിന്റെ മറവിൽ നാം അള്ളാഹുവിലേക്ക് ലയിച്ച് ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട സമയമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നാം കടന്നു വന്ന വഴികൾ, നമ്മുടെ രാത്രികൾ, പകലുകൾ, നമ്മുടെ കണ്ണ്, കാത്, ഇതെല്ലാം എവിടെയെല്ലാം ബന്ധപ്പെട്ടു. തിന്മകൾ എത്ര ചെയ്തു കൂട്ടി. ഒരു ദിവസം പോലും ഒഴിവുണ്ടോ? നാം സ്വന്തത്തോട് ചോദിക്കും, ഈ പാപങ്ങളുമായി അള്ളാഹുവിനെ എങ്ങനെ കണ്ടുമുട്ടും? തീർച്ചയായും കടന്നു പോകേണ്ടവരാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കണം. അതിനുള്ള അവസരമാണ് റമദാനിന്റെ അവസാന രാത്രികൾ. ഏറ്റവും വിലപ്പെട്ട അവസരങ്ങളാണ്. നഷ്ടപ്പെടാൻ ലഭിക്കുമോ എന്നറിയില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കും, അവൻ തയ്യാറാണ്. ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ, അതിന്റെ ഒലിപ്പും അള്ളാഹു നോക്കുന്നില്ല. അടിവന്ന് മടങ്ങി എന്നിലേക്ക് തിരിയാൻ തയ്യാറാണെങ്കിൽ അള്ളാഹ് ഒരിക്കലും മാറ്റി ഓടിക്കുകയില്ല. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഞാൻ യാത്രക്കിടയിൽ ഞാൻ ഒരു ഉമ്മയെയും മകന്റെയും അവസ്ഥ കാണുകയുണ്ടായി. ഒരു ഉമ്മ മകൻ എന്തോ തെറ്റ് ചെയ്തപ്പോൾ അടിച്ച് വീട്ടിൽ നിന്ന് ഓടിച്ചു. ആ മകൻ ഓടി 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 കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ മകൻ വീണ്ടും മടങ്ങി വന്നു. ആ വാതിൽ, ഉമ്മ വാതിൽ അടയ്ക്കപ്പെട്ടു, ആ വാതിൽക്ക് വന്ന് കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വാതിൽ തുറന്നപ്പോൾ മകനെ കണ്ടു, ക്ഷീണിതനായി മകനെ കണ്ടു. ഉമ്മ വാരി പുരണ്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ എവിടെയായിരുന്നു? കുറച്ച് മാറ്റി ഓടിച്ചതാണ്. സ്വന്തം മകനെ കണ്ടപ്പോൾ നെഞ്ചോട് വാരി ചേർത്തു. അദ്ദേഹം പറയാണ്, ഞാൻ ചിന്തിച്ചു എൻ്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്. ആട്ടൊടിക്കപ്പെട്ട ഉമ്മ സ്വന്തം മകനെ ചേർത്തുവെങ്കിൽ എൻ്റെ റബ്ബ്, ഞാൻ എത്ര പാപം ചെയ്തവനാണെങ്കിലും അവന്റെ വാതിൽക്കലേക്ക് മടങ്ങിയാൽ ഒരിക്കലും എന്നെ ആട്ടിയൊടിക്കുകയില്ല. അവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മൾ വിനയം കാണിച്ച് അള്ളാഹുവിൽ വിനയം കാണിച്ച് കരഞ്ഞ് നാം അള്ളാഹുവിന് മഗ്ഫിറത്ത് വാങ്ങിക്കേണ്ട അവസരങ്ങളാണ്. അള്ളാഹുവിന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നാം വിനയം കാണിക്കലും കരച്ചിലുമല്ലാതെ മറ്റൊരു വഴിയില്ല. മഹാന്മാർ പറയാറുണ്ട്, ഒരാളിൽ നിന്ന് ഒരു വസ്തു വാങ്ങിക്കാൻ 3 വഴികളാണ്. ഒരാൾ ഒന്നെങ്കിൽ സമ്പത്ത് കൊടുത്ത്, അല്ലെങ്കിൽ പിടിച്ചു പറിച്ച്, അല്ലെങ്കിൽ വിനയം കാണിച്ച്. അള്ളാഹുവിന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കൊടുത്താൽ കിട്ടുകയുമില്ല. ആരുടെ സമ്പത്തിന്റെ ആവശ്യമില്ല. ഒന്നും അള്ളാഹുവിന് പിടിച്ചു പറിച്ച് വാങ്ങിക്കാൻ സാധിക്കുകയുമില്ല. അക്രമം കാണിച്ച് അള്ളാഹുന്ന് വാങ്ങിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അള്ളാഹുന്ന് വാങ്ങിച്ചെടുക്കൽ ആകെയുള്ള വഴി വിനയം കാണിക്കലാണ്, കരയിലാണ്, ബലഹീനത പ്രകടിപ്പിക്കലാണ്. റമദാനിന്റെ ഇനിയുള്ള രാത്രികൾ അള്ളാഹുവിന്റെ മുന്നിൽ കരയേണ്ട രാത്രികളാണ്. നമ്മുടെ കണ്ണുനീർ അള്ളാഹു ഏറ്റവും വിലമതിക്കുന്നതാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് ചാടുന്ന ഒരു തുള്ളി കണ്ണുനീർ, ഒരു ഈച്ചയുടെ തലയുടെ അത്രയും ഒരു തുള്ളി കണ്ണുനീർ, അതിന് അള്ളാഹ് നൽകുന്ന വില ലോകത്തെ മുഴുവൻ വസ്തുക്കളെക്കാളും വിലയുള്ളതാണ്. ഇനിയുള്ള രാത്രികൾ നമ്മൾ കമ്പോളങ്ങളിലായി, നമ്മൾ പർച്ചേസിലായി, മക്കൾക്ക്, ഭാര്യക്കെല്ലാം വസ്ത്രങ്ങളും മറ്റാവശ്യങ്ങളായി ചുറ്റിത്തിരിഞ്ഞ് രാത്രികൾ നഷ്ടപ്പെടുത്തേണ്ട രാത്രികളില്ല. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 7 രാത്രികൾ ഹദീസുകളിൽ കിതാബിലും കാണാം, വളരെ പുണ്യമായതാണ്. കഴിഞ്ഞത് നഷ്ടപ്പെട്ടു. ഇനിയുള്ള രാത്രി എങ്ങാനും റമദാനിന്റെ വിഷയത്തിൽ തീരുമാനം നടക്കാൻ പോകുന്ന ഇനിയുള്ള ദിവസങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് നമ്മുടെ കുടുംബത്തെ ഉണർത്തി നമ്മുടെ പള്ളികൾ സജീവമായി, നമ്മുടെ റമദാനിന്റെ ഇനിയുള്ള രാത്രികൾ പള്ളികൾ സജീവമായി, അമലുകൾ സജീവമായി നാം അല്ലാഹുവിലേക്ക് തിരിഞ്ഞാൽ തീർച്ചയാണ് ഈ പരിശുദ്ധമായ റമദാൻ ഉമ്മത്തിന്റെ മുഴുവൻ വേദനകൾക്കും വിഷമങ്ങൾക്കും പരിഹാരമാകും. അല്ലാഹുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അമലുകളിലേക്ക് തിരിയുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.